നിങ്ങളുടെ ഫ്രണ്ട് ഗ്രൂപ്പിൽ സ്ഥിരമായിട്ട് കടം വാങ്ങുന്ന ഒരു ഓൾ ടൈം ബോറോവർ ഫ്രണ്ട് ഉണ്ടോ? കയ്യിൽ സ്വന്തമായി കാശുണ്ടായിട്ടും സാധനം വാങ്ങണ്ട എന്ന് വെച്ചിട്ട് എപ്പോഴും കടം വാങ്ങി ഉപയോഗിക്കുന്ന ഒരു ഫ്രണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു ഫ്രണ്ടാണോ? ആണെങ്കിൽ പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ് എനിമോർ. ഇതാണ് നമ്മുടെ റൂൾ നമ്പർ 4. സോ ഇഫ് യു വാണ്ട് ടു ബോറോ ആൻ ഐറ്റം മോർ ദാൻ ട്വൈസ്, you have to buy it your own. Welcome to Slightly Scripted, and this is a series of 50 unwritten rule. ഇന്നത്തെ നമ്മുടെ റൂൾ ഇതാണ്: ഇഫ് യു ബോറോ ആൻ ഐറ്റം മോർ ദാൻ ട്വൈസ്, യു ഹാവ് ടു ബൈ ഇറ്റ് യുവർ ഓൺ. ഒരു സാധനം ഒരു തവണ ബോറോ ചെയ്യുന്നത് നോർമലാണ്, രണ്ടാമത്തെ തവണയും ബോറോ ചെയ്യുന്നത് ആക്സെപ്റ്റബിൾ ആണ്. ബട്ട് മൂന്നാമത്തെ തവണയും നിങ്ങൾക്ക് അത് ബോറോ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ യു നീഡ് ദാറ്റ് ഐറ്റം. തേർഡ് ടൈം നിങ്ങൾ ആ സാധനം ബോറോ ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന്റെ ബജറ്റിൽ ജീവിക്കുന്നു എന്നാണ്. ഡോണ്ട് ഡു ദാറ്റ്. ഒരു സാധനം രണ്ടിൽ കൂടുതൽ തവണ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യു നീഡ് ദാറ്റ് ഐറ്റം ആൻഡ് ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ബൈ ദാറ്റ് ഐറ്റം. സോ സിമ്പിൾ. അതിപ്പോൾ ഒരു പെന്നാവാം, ചാർജർ ആവാം, അംബ്രല്ല ആവാം, കാർ ആവാം, എന്തോ ആയിക്കോട്ടെ. ഒരു സാധനം നിങ്ങൾക്ക് രണ്ടിൽ കൂടുതൽ തവണ ബോറോ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടെങ്കിൽ യു റിയലി നീഡ് ദാറ്റ് ഐറ്റം ഇൻ യുവർ ലൈഫ്. സോ നിങ്ങളത് മസ്റ്റായിട്ടും വാങ്ങിയിരിക്കണം. ഇപ്പം ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, ദാറ്റ് ഇസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ സാധനം മേടിക്കും, ഹു ആർ യു ടു ക്വസ്റ്റ്യൻ. ബട്ട് ദാറ്റ് ഇസ് ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ്, നോട്ട് എ സബ്സ്ക്രിപ്ഷൻ. ബോസ്, ഇഫ് യു നീഡ് an item, you have to buy it your own. അല്ലാതെ ഓൾ ടൈം ബോറോവർ ആവരുത്. ഇറ്റ്സ് എ ബാഡ് ഹാബിറ്റ്. നമ്മുടെ ലൈഫിൽ നമ്മൾ റിപ്പീറ്റഡ്ലി കടം മേടിക്കുന്ന അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി കടം കൊടുക്കുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ട്രിപ്പിന് പോകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ബാഗ്. ചിലരെങ്കിലും മനസ്സിൽ ആലോചിക്കുന്നുണ്ടാവും, വല്ലപ്പോഴും ഒക്കെയല്ലേ നമ്മൾ ലൈഫിൽ ട്രിപ്പ് പോകത്തുള്ളൂ, സോ വൈ ഷുഡ് ഐ ഓൺ ദാറ്റ് ബാഗ്? എന്തിനാണ് അങ്ങനത്തെ ഒരു ബാഗ് ഞാൻ ഓൺ ചെയ്യുന്നത്? അതിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ടൈം നിങ്ങൾ പോകും, നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ബോറോ ചെയ്യും, ട്രിപ്പ് പോകും. സെക്കൻഡ് ടൈം യു വിൽ ഡു ദ സെയിം. ബട്ട് തേർഡ് ടൈം നിങ്ങൾ ട്രിപ്പ് പോകുന്ന സമയത്ത് നിങ്ങൾ ഓർക്കുക, ആ സാധനം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ തേർഡ് ടൈം, മൂന്നാമത്തെ പ്രാവശ്യവും അത് ബോറോ ചെയ്യേണ്ട ആവശ്യം വരുന്നത്, അല്ലേ? സോ യു റിയലി നീഡ് ദാറ്റ് ഐറ്റം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഗോ ടു എ ഷോപ്പ് ആൻഡ് ബൈ ദാറ്റ്. അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആയിരിക്കും. സോ ജസ്റ്റ് ബൈ ഇറ്റ് ആൻഡ് ഓൺ ഇറ്റ്. ബാഗ് കഴിഞ്ഞ് രണ്ടാമതായിട്ട് വരുന്ന ഒരു കാറ്റഗറിയാണ് പെർഫ്യൂം. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവും ദാറ്റ് യൂണിവേഴ്സൽ പെർഫ്യൂം ബോറോവർ. എപ്പോഴും പെർഫ്യൂം കടം വാങ്ങുന്ന ഒരു ഫ്രണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചിലരെങ്കിലും അങ്ങനത്തെ ആളുകളുണ്ടാവും. നമ്മൾ എന്താ അറിയിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പെർഫ്യൂം നമുക്ക് ലൈഫിൽ എപ്പോഴെങ്കിലൊക്കെ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഫംഗ്ഷന് പോകുമ്പോഴേ പെർഫ്യൂം യൂസ് ചെയ്യുന്നുള്ളൂ, ഡെയിലി ലൈഫിൽ ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ എപ്പോൾ എന്ത് ഫംഗ്ഷന് പോകുമ്പോഴും വി വിൽ ഗോ ഡയറക്ട്ലി ടു അവർ ഫ്രണ്ട് ആൻഡ് അപ്ലൈ ഹിസ് പെർഫ്യൂം. വൺ ടൈം അപ്ലൈ ചെയ്യും, സെക്കൻഡ് ടൈം അപ്ലൈ ചെയ്യും, തേർഡ് ടൈം ഇഫ് യു അപ്ലൈങ് ദാറ്റ് യു ഹാവ് ടു ബൈ ദാറ്റ് യുവർ ഓൺ. ഇങ്ങനെ നമ്മൾ റിപ്പീറ്റഡ്ലി കടം കൊടുക്കുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്, അല്ലേ? അപ്പോൾ റിപ്പീറ്റഡ്ലി നമുക്ക് എപ്പോഴെങ്കിലും കടം മേടിക്കാൻ തോന്നുകയാണെങ്കിൽ മൈൻഡ് ദാറ്റ് യു ഹാവ് ടു ഓൺ ദാറ്റ് ഐറ്റം. യു റിയലി നീഡ് ദാറ്റ് ഐറ്റം ഇൻ യുവർ ലൈഫ്. ഓഫ് കോഴ്സ് ഐ അഡ്മിറ്റ് ദാറ്റ് ഫ്രണ്ട്ഷിപ്പ് ഇസ് ഫോർ ഷെയറിങ്, ഫോർ ഹെൽപ്പിംഗ് ഒക്കെയാണ്. പക്ഷേ ഒരു റിയൽ ഫ്രണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫ്രണ്ടിന്റെ പേഴ്സണൽ സാധനങ്ങളെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് തവണ നിങ്ങൾക്ക് സാധനം ബോറോ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് കീപ് ഇൻ മൈൻഡ് ദാറ്റ് once is a favor, twice is a habit, thrice is a crime. Of course, friendship is for sharing, but it is not for permanent rental service. ഇതുപോലെ റിപ്പീറ്റഡ്ലി ഏതെങ്കിലും സാധനം കടം വാങ്ങുന്ന ഫ്രണ്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഒന്ന് അയച്ചു കൊടുത്തേക്കുക. അതുപോലെ തന്നെ ഏതൊക്കെ സാധനങ്ങളാണ് നിങ്ങൾ റിപ്പീറ്റഡ്ലി കടം കൊടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ റിപ്പീറ്റഡ്ലി കടം മേടിക്കുന്നത് എന്നുള്ളത് കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്കുക. ഇത് നമ്മുടെ 50 unwritten റൂളിന്റെ ഒരു സീരീസ് ആണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് 4th റൂളാണ്. അപ്പോൾ ബാക്കിയുള്ള റൂൾസ് മിസ് ചെയ്യണ്ട എന്നുള്ളവർക്ക് പ്ലീസ് ഹിറ്റ് ദ സബ്സ്ക്രൈബ് ബട്ടൺ. ആൻഡ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആൻഡ് ഏതെങ്കിലും ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ മെൻഷൻ ഇറ്റ് ഇൻ കമന്റ്സ്. സോ ലെറ്റ്സ് സീ ഇൻ അവർ 5th റൂൾ.